ഹലോ, ഞാൻ ഇന്ന് വരുന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. പനീർ ദോശ. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു ടെന്നസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പനീർ ദോശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: നമ്മൾ 1 കപ്പ് പനീർ എടുത്തിട്ടുണ്ട്, 1/2 കപ്പോളം ബസ്മതി കുക്ക്ഡ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേണ്ടെങ്കിൽ ഓട്സ് വറുത്ത് പൊടിച്ചത് 1/2 കപ്പോളം ചേർക്കുക കേട്ടോ. ഇറ്റ്സ് ഓപ്ഷണൽ. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. ദോശയ്ക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ തന്നെ മിക്സി ജാറിലേക്ക് നമ്മുടെ ഈ പനീർ ആഡ് ചെയ്യുന്നു, റൈസും ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, വേപ്പിൻ്റെ ഇല, ഇതൊരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ, അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നുള്ളി ജീരകം, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യാം. എഗ്ഗ് നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിൽ എഗ്ഗ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് ഈ ബാറ്ററിനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് ദോശ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ജാറൊന്ന് വാഷ് ചെയ്ത് അതിലത്തെ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന അത്ര ലൂസായിട്ട് ഈ ബാറ്റർ യൂസ് ചെയ്യില്ല, ഇത്തിരി കട്ടി ഉണ്ടാവും കേട്ടോ. കുറച്ച് ഗീ കൊടുക്കാം. ഇനി ഒരു സൈഡായിരുന്നു, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതന്നെ നമുക്ക് റോൾസായിട്ട് യൂസ് ചെയ്യാം. ഇത് സ്റ്റഫ് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് സ്റ്റഫ് വെച്ചിട്ട് റോൾസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ന്യൂട്രീഷ്യസാണ്. നമ്മളിതിൽ പനീറും റൈസുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ എഗ്ഗ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ആഡ് ചെയ്തത് ഇഞ്ചി, പച്ചമുളക്, കൊറിയാൻഡർ ലീഫും കറി ലീഫും. അപ്പോൾ അതിൽ കുറച്ച് ജീരകം ഇട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഫ്ലേവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളതാണ് ആഡ് ചെയ്യാൻ. നമ്മുടെ ദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പനീർ ദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗ്രീൻ ചട്നി അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി രണ്ടും അടിപൊളി കോംബോ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ഓൾസോ. നമ്മുടെ പനീർ ദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ. ടേക്ക് കെയർ.